ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. 9ാം ദിനത്തിലേക്കാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും സിനിമയ്ക്ക് വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഹിന്ദി വേർഷന് ഗംഭീരമായിട്ടുള്ള ഡിമാൻഡ് വർധനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള തിയേറ്റർ കൗണ്ടുകൾ കൂടുന്നു, ഷോ കൗണ്ടുകൾ കൂടുന്നു, പുതിയ സ്ഥലങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നു. സർവത്ര ഹിന്ദി മേഖലയും അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന ആളുകളുള്ള മേഖലയിലും സിനിമയ്ക്ക് വലിയ രീതിയിൽ ഹ്യൂജ് ഡിമാൻഡായി മാറുകയാണ്. കൽക്കട്ട പോലെയുള്ള നഗരങ്ങളിൽ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിരുന്നില്ല. അവിടെയും സിനിമയുടെ വലിയ രീതിയിലുള്ള ഒരു ഷോ കൗണ്ടുകൾ ആഡ് ചെയ്യാൻ പോകുന്നു, തിയേറ്ററുകൾ ചാർട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മളുടെ ഒരു മോഹം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്നുള്ളത്, അതിന് നിങ്ങൾ വലിയ രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കോ 8ാം ദിനം മാത്രം വിറ്റുപോയ ബുക്ക് മൈ ഷോയിലൂടെയുള്ള ടിക്കറ്റുകൾ ഏകദേശം 71,000-ഓളം ടിക്കറ്റുകളാണ്. ഓരോ മണിക്കൂറിലും ഗംഭീരമായിട്ടുള്ള ഒരു ടിക്കറ്റ് വിൽപ്പനയായിരുന്നു നടന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം പറയുന്നതാണ്. ഇതിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് നമുക്കറിയാം. ഓൺലൈൻ മീഡിയയിലൂടെ മാത്രം ഇന്ന് വിറ്റുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് 11 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂറിൽ വിറ്റുപോയത് 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ സ്റ്റഡിയായിട്ട് 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഈ സിനിമയ്ക്ക് വിറ്റുപോയി. ഇന്ന് മാർക്കോയ്ക്ക് ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് പുഷ്പ മാത്രമാണ്. പുഷ്പ എന്ന ഇൻ്റർനാഷണൽ വമ്പൻ സിനിമ മാത്രമാണ് ഇതിനോട് മുകളിൽ നിൽക്കുന്ന ചിത്രം. ബാക്കി ഒരു സിനിമയും ഈ സിനിമയോടൊപ്പം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. ഹിന്ദി മേഖലയിൽ ഡിമാൻഡ് കൂടിയതോടെ കഴിഞ്ഞ ദിവസം 140-ന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യപ്പെട്ടു. എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെടുകയും വീണ്ടും ഡിമാൻഡ് കൂടിയതുകൊണ്ട് 186-ഓളം ഷോകൾ ചാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ 500-ന് മുകളിലുള്ള ഷോകൾ ചാർട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ വിതരണക്കാർ പറയുന്നത്. വെറും 20,000 രൂപയിൽ കളക്ഷൻ തുടങ്ങിയ സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത് 40 ലക്ഷം രൂപയിലേക്കാണ് എന്നുള്ളതാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലും മികവ് തന്നെയായിരുന്നു സിനിമയ്ക്കുള്ളത്. ഈ ഒരു 8ാം ദിവസവും സിനിമ 2 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് ഒരേ അഭിപ്രായം തന്നെയാണ്, മികച്ച ഒരു സിനിമ എന്നുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, 18+ എന്നുള്ള ബോർഡും വെച്ചിട്ട് വലിയ രീതിയിൽ ചെക്കിങ്ങും നടത്തിയിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് കയറ്റുന്ന ആദ്യ സിനിമയായി മാറുന്നു ഇത്. കുട്ടികളോ കുടുംബങ്ങളോ അധികം ഇല്ലാതിരുന്നിട്ടും ഈ സിനിമയ്ക്ക് ഉള്ള കളക്ഷൻ കാണുമ്പോൾ, ഇതിൻ്റെ ഉള്ള റെസ്പോൺസ് കാണുമ്പോൾ ആളുകൾ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, അപ്പോൾ ഫാമിലിയും കുട്ടികളുമൊക്കെ കാണുന്ന, അല്ലെങ്കിൽ അതേപോലെ കയറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ളത്. എന്തായാലും 18+ ആണ് മൂവി, അതുകൊണ്ട് ആ ഒരു കാര്യം നടക്കില്ല. എന്നിരുന്നാലും അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ കുതിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അല്ലെങ്കിൽ ഇത് 8ാം ദിവസവും സിനിമയ്ക്ക് 2.5 കോടിയോളം കേരള കളക്ഷൻ വരുമെന്നുള്ളതാണ്. കേരള കളക്ഷൻ ഇതിനോടകം തന്നെ 30 കോടി കടന്നിരിക്കുകയുമാണ്. മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ രീതിയിലാണ് സിനിമ. 2024-ലെ അവസാന സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുകയാണ് സിനിമ. 2025-ൻ്റെ തുടക്കത്തിലും സിനിമയുടെ ജൈത്രയാത്ര തുടരും എന്നുള്ളതിന് സംശയങ്ങളുമില്ല. ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ആദ്യമായി 200 കോടിയും 300 കോടിയും ഒക്കെ കടക്കുന്ന ചിത്രമായാൽ അത്ഭുതപ്പെടാനുമില്ല. എന്താണേലും സിനിമ 100 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നുള്ളൊരു ചോദ്യം മാത്രമുള്ളൂ. ന്യൂ ഇയറിന് മുമ്പായിട്ട് തന്നെ എത്തും എന്നുള്ളതാണ്. അതിനു മുമ്പേ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്കും 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കയറുക എന്നുള്ളതും ഒരു മോഹമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കും, സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗ്രേറ്റ് മീഡിയാസ്.